CPIM-ന്റെ കൊല്ലം ജില്ലാ സമ്മേളനം വാസ്തവത്തിൽ CPIM-ന്റെ അന്ത്യകൂദാശയ്ക്ക് വേണ്ടിയുള്ള ഒരു മരണമണിയാണ് എന്ന് തന്നെ പറയേണ്ടി വരുന്ന അവസ്ഥയായിരുന്നു. CPIM-ന്റെ സംസ്ഥാന നേതാക്കൾ കാണിക്കുന്ന അഴിമതിയും അവർ നടത്തുന്ന പക്ഷപാത രാഷ്ട്രീയവും പൊളിച്ചടുക്കിയിരിക്കുകയാണ് കൊല്ലം ജില്ലാ കമ്മിറ്റി. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഏത് രീതിയിലാണ് അസാൻമാർഗിക പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് പച്ചയ്ക്ക് വിളിച്ചു പറയുകയാണ് കൊല്ലം ജില്ലാ കമ്മിറ്റി. ആഭ്യന്തര വകുപ്പ് അമ്പേ പരാജയം. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായി ആര്യ രാജേന്ദ്രൻ എന്ന പരിചയസമ്പന്നത ഒട്ടും തന്നെ ഇല്ലാത്ത, കൃത്യമായി പറഞ്ഞാൽ ബാലജനസംഖ്യ പോലെയുള്ള താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ചു വന്ന് എന്തിനാണ് ഇങ്ങനെ കോപ്രായിത്തരം കാണിക്കാൻ വേണ്ടി മേയർ സ്ഥാനം കൊടുത്ത് അലങ്കരിച്ചത് എന്ന് കൃത്യമായി ഉത്തരം പറയണം എന്നാണ് കൊല്ലം ജില്ലാ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത്. എല്ലാ തരത്തിലും അമ്പേ പരാജയപ്പെട്ട ഒരു ജില്ലാ സെക്രട്ടറിയാണ് വി ജോയ് എന്നും സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദന് വേറെ പണിയില്ലേ ഈ തരത്തിൽ PPDVയെ ന്യായീകരിക്കാൻ എന്നും പൊളിച്ചടുക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായ PK ശ്യാമള ആന്തൂരിൽ ചെയർപേഴ്സണായിരുന്നപ്പോൾ കാട്ടിക്കൂട്ടിയത് എന്താണെന്നുള്ളത് ആരും മറന്നിട്ടില്ല എന്നും കൊല്ലം ജില്ലാ കമ്മിറ്റി വ്യക്തമാക്കിയിരിക്കുകയാണ്. അഴിമതിക്കാരെ അരിയിട്ട് വാഴിക്കുന്നതാണ് CPIM-ന്റെ ഇപ്പോഴത്തെ പ്രധാന വിനോദമെന്നും കൃത്യമായി തന്നെ കൊല്ലം ജില്ലാ കമ്മിറ്റി ആക്ഷേപരൂപേണ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. വാസ്തവത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത അതിരൂക്ഷമായ വിമർശനമാണ് കൊല്ലം ജില്ലാ കമ്മിറ്റി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ തരത്തിലും പടുകൂറ്റൻ പരാജയമാണ് CPIM-ന്റെ സംസ്ഥാന നേതൃത്വത്തിന് ഉള്ളതെന്നും അത് തിരുത്താൻ ശ്രമിക്കാതിരുന്നാൽ ജനങ്ങളിൽ നിന്നും ബംഗാളിൽ എന്താണ് പറ്റിയതെന്നറിയാമല്ലോ, അതുപോലെ തകർന്ന് തരിപ്പണമായാൽ പിന്നെ ഒരിക്കലും തിരിച്ച് വരാത്ത രീതിയിൽ അസ്തമിക്കുമെന്നും താക്കീത് നൽകിയിരിക്കുകയാണ് കൊല്ലം ജില്ലാ കമ്മിറ്റി. CPIM-നകത്തെ പക്ഷപാത രാഷ്ട്രീയം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. വിവിധ ജില്ലാ കമ്മിറ്റികളിലെ പൊട്ടിത്തെറി അതിരൂക്ഷമാണ്. ഈയിടെ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കായംകുളത്ത് പ്രതിഫലിച്ചത് അതിൻ്റെ അനുരണനമാണ്. എന്നാൽ ഇപ്പോൾ താൽക്കാലികമായി അതിനെക്കുറിച്ച് നേതാക്കൾക്ക് ഒറ്റപ്പെട്ട സംഭവമായി ഒക്കെ തോന്നാം. പക്ഷേ അങ്ങനെയല്ല വാസ്തവം. മറിച്ചാണ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള നാസർ ഉൾപ്പെടെയുള്ളവർ ഏത് രീതിയിലാണ് അവിടെ വർഗീയ വിദ്വേഷം പടർത്താൻ ശ്രമിക്കുന്നതെന്നുള്ളത് വളരെ പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നു കൊല്ലം ജില്ലാ കമ്മിറ്റി. ഒരു തിരുത്തൽ ശക്തിയായി കൊല്ലം ജില്ലാ കമ്മിറ്റി മാറിക്കഴിയുന്നതിൻ്റെ എല്ലാ അനുരണനവും കാണാനുണ്ട്. ഒരുപക്ഷെ ഇത്തരത്തിൽ നട്ടല്ലോടെ തിരുത്താൻ ഒരു ജില്ലാ കമ്മിറ്റിയും ഇല്ലാതെ പോയതാണ് പിണറായി വിജയൻ്റെ ഈ അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും ഉള്ള മൂലമായ കാരണം. അത് തിരുത്തി കുറിക്കാൻ ചുണയുള്ളവർ ഇപ്പോഴും പാർട്ടിയിലുണ്ട് എന്ന് വ്യക്തമാക്കലായിരുന്നു വാസ്തവത്തിൽ സംഭവിച്ചത്.